ഹലോ, എല്ലാവർക്കും എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഒത്തിരി വീഡിയോസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്ക്സ് നമ്മുടെ ചാനലിൽ ഡിസ്പ്ലേ ചെയ്യും, പെട്ടെന്ന് തന്നെ അങ്ങനത്തെ വീഡിയോസ് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വീഡിയോസിലായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഓൺ ആയിട്ട് ചെയ്തിരിക്കുന്ന മിഷൻ എംബ്രോയിഡറി വർക്ക്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഏതൊക്കെ പാറ്റേണിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ളതിനൊരു ഡിസ്പ്ലേ പോലെ നമ്മൾ കാണിക്കുന്നത്. സാരീസ് അല്ല, ഇത് ഓൾറെഡി നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടി ചെയ്തിരിക്കുന്ന കുറച്ച് പാറ്റേൺസ് കാണിക്കുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ഒക്കെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സ് കാണാം. അപ്പൊ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കുർത്ത മെറ്റീരിയലാണ്. നമ്മൾ അക്കോബയുടെ ഫാബ്രിക് എടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തതാണ്. നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതാണ്. നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ ഈ ഒരു യോക്ക് പോർഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു എംബ്രോയിഡറി ആണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. അത് 4 ലൈൻസ് പോലത്തെ ഒരു ക്ലൈംബിംഗ് ആയിട്ടുള്ള ചെറിയ ഫ്ലവറും ലീവ്സും ഒക്കെ വെച്ചിട്ടുള്ള 4 ഇതുപോലത്തെ ക്ലൈംബിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. പിങ്കും ഗ്രീനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിൽ നമ്മൾ 2 സൈസിലായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് അപ്പുറത്തെ ഇപ്പുറത്തെയും സൈസ് ഇച്ചിരി വലിയ സൈസിലുള്ള ഫ്ലവേഴ്സും നടുക്ക് 2 ചെറിയ സൈസിലുള്ള ഫ്ലവേഴ്സും ആയിട്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ആ ഒരു നെക്ക് കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഇറങ്ങിപ്പോയ കാരണം നമുക്ക് കുറച്ച് ഇവിടുത്തെ ആ ഒരു കുറച്ച് ബ്രേക്ക് ആയിപ്പോയി. ശരിക്കും ഇങ്ങനെ ആ ഒരു നെക്ക് വരുമായിരുന്നെങ്കിൽ, ഒരു ബോട്ട് നെക്ക് രീതിയിൽ അത് വരുമായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മൾ ആ ചെയ്ത പാറ്റേൺ എക്സാക്ട്ലി അതുപോലെ തന്നെ കാണാമായിരുന്നു. അപ്പൊ നമ്മളിത് ചെയ്തതിന്റെ ഒരു ഫൈനൽ ലുക്കും ഇത് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. അതിനകത്ത് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ 2 ലെവലിലായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതിന്റെ കളർ ഷെയ്ഡ്സ് മാറ്റിയാണെങ്കിലും, അല്ല നമുക്ക് വേറെ ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും, ഇപ്പൊ ഈ 4 ലൈൻസ് പോലെ വേണം എന്നില്ല, നിങ്ങൾക്ക് ഒരു ബോർഡർ പോലെയാ വേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു പാറ്റേൺ ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കുറെ ഡിസൈൻസ് ഉണ്ട്. അപ്പൊ ആ ഡിസൈൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പല രീതിയിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മൾ തന്നെ ഒരു പാറ്റേൺ ടൈലറിംഗ് ഷോപ്പിൽ കൊടുത്തിട്ട് ഒരു പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട്, ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട്, ഫ്രണ്ടിൽ ചെറിയ ഫ്രിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു എ ലൈൻ ടോപ്പായിട്ട് തയ്ച്ചിരിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് അടിയിലെ ലെഗിങ്സ് വെച്ച് പെയർ ചെയ്യാം, അല്ല ഉടുപ്പായിട്ട് പെയർ ചെയ്യാനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. ഞാനൊരു ഉടുപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അക്കോബ ആയതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഫ്രിൽസ് കൊടുക്കാതെ ഫ്രണ്ടിൽ മാത്രമായിട്ട് ഫ്രിൽസ് കൊടുത്ത് ഒത്തിരി ഇങ്ങനെ വീർത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻ ആണെങ്കിലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഒക്കേഷന് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ സ്റ്റിച്ചിങ് ഇല്ല, ഇതുപോലെ നമ്മൾ ഡ്രസ്സ് ആക്കി കംപ്ലീറ്റ് ലുക്കിൽ തരത്തില്ല. നമുക്ക് ഇതുപോലത്തെ എംബ്രോയിഡറി വർക്കുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കുർത്തയിലാണെങ്കിലും സാരിയിലാണെങ്കിലും ഇതുപോലത്തെ ഡ്രസ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്യിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കളർ കോമ്പിനേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഡിസൈൻസാ, കുറച്ചുകൂടെ ഫ്ലോറൽ ആയിട്ടുള്ള ഡിസൈൻസാ, കുറെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈൻസോ, അങ്ങനെ ഏത് പാറ്റേണിലുള്ള ഡിസൈൻസാ വേണമെന്ന് പറഞ്ഞാലും അതുപോലെയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും നല്ല പെർഫെക്ഷൻ ഉള്ള സ്റ്റിച്ചിങ്. നിങ്ങൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള വ്യൂവിലൊക്കെ കാണാൻ പറ്റും. നല്ല പെർഫെക്ഷനിൽ ഓരോ സ്റ്റിച്ചും ചെയ്തിരിക്കുന്നത്. അതുപോലെ നൂലൊന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കുകയൊന്നും ചെയ്യാതെ നല്ല പെർഫെക്ഷനിൽ നല്ല ഭംഗി തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന വർക്കാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു പാറ്റേൺ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്, ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ നമ്മൾ ലേഡീസ് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഒരു ജെൻസ് കളക്ഷൻ എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ പേഴ്സണൽ യൂസിന് എന്റെ ബ്രദറിന്റെ ഷർട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ നമ്മൾ പ്ലെയിൻ ആയിട്ടൊരു ബ്ലാക്ക് ഷർട്ടിൽ ഇതുപോലെ ഒരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് അത് വന്നിട്ടുണ്ട്. ആ ബ്ലാക്കിൽ ഒരു ബ്ലൂ കളർ ഒരു ലൈൻ പോലെ, ഒരു ഫ്ലോറൽ ലൈൻ പോലെ. ഇപ്പം ഒത്തിരി ആൾക്കാരും ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത ഷർട്ട്സും ടീഷർട്ട്സും ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഓൾറെഡി ഉള്ള ഒരു ബ്ലാക്ക് ഷർട്ടിൽ ഞങ്ങൾ ചെറിയൊരു ഹൈലൈറ്റ് കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു ഔട്ട്കമാണ് വന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പം നമ്മൾ നോർമലി ഇതുവരെ എങ്ങനെ ജെൻസ് കളക്ഷൻസിലൊന്നും എംബ്രോയിഡറി ചെയ്തിട്ടില്ലായിരുന്നു. ഈവൻ ഷർട്ടിലും കുർത്തയിലും ഒന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഒന്നാമത് നമുക്ക് അങ്ങനത്തെ ഓർഡേഴ്സ് വന്നിട്ടില്ല. കൂടുതലും നമ്മൾ സാരീസും കുർത്തേസും ഒക്കെ കൂടുതലും ഡിസ്പ്ലേ ചെയ്യാറ്, നമുക്ക് ഓർഡേഴ്സും വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മൾ പുതിയതായിട്ട് ഒരു ജെൻസ് കളക്ഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇതുപോലെ കുർത്താസും ഷർട്ട്സും ടീഷർട്ട്സും ഒക്കെ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതുപോലെ എങ്ങനത്തെ ഫ്ലോറൽ അല്ല, ഇനിയിപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് ആനിമൽസിന്റെയോ അല്ലെ കാർട്ടൂൺ പിക്ചേഴ്സോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പൊ ഇതുപോലെ നമുക്ക് ഷർട്ട്സിലാണെങ്കിലും അതുപോലെ നമ്മുടെ കിഡ്സ് കളക്ഷനിലാണെങ്കിലും ഇതുപോലെ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ചെയ്ത് നമുക്ക് അവരുടെ ടീഷർട്ട്സ് ആണെങ്കിലും അതുപോലെ ഗേൾസിന്റെ ഡ്രസ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലത്തെ എംബ്രോയിഡറീസ് ഒക്കെ കൊടുത്ത് ആഡ് ഓൺ ചെയ്യാം. പിന്നെ ഡ്രസ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രിഫറബിൾ. എന്നാലും നമുക്ക് ഈ പറഞ്ഞ കുഞ്ഞു ഡ്രസ്സൊക്കെ ഫ്രെയിമായി കയറ്റാനായിട്ട് ബുദ്ധിമുട്ട് വരും. എന്താണ് നമ്മൾ ഈ കുർത്ത ഐറ്റംസ് അങ്ങനത്തെ എല്ലാം നമ്മൾ പൊതുവെ വർക്ക് ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഷർട്ട് ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ ബനിയൻ ആണെങ്കിൽ നമുക്ക് സൈസ് ഇച്ചിരി വലുതാകുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ല, അല്ലെ സ്ട്രെച്ചബിൾ ആണല്ലോ. അല്ലാത്ത മെറ്റീരിയൽ ഒക്കെ വരുമ്പോഴത്തേനും നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ പുതിയതായിട്ട് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഈവൻ ഓൾറെഡി ഉള്ള ഷർട്ടിലാണെങ്കിലും നമ്മൾ ഇതുപോലത്തെ വർക്ക് ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ വർക്ക്സ് ചെയ്യിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലത്തെ പുതിയ മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസും ഹാൻഡ് പിക്ക് കളക്ഷൻസും ഒക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.